എല്ലാവരും ഒരു 30 ഒരു 15-20 ദിവസത്തേക്ക് ഈ നാട്ടിൽ എല്ലാവരും ഒന്ന് കണ്ട് പരിചയപ്പെടാം. വീണ്ടും കൃഷിക്കകത്തേക്ക് പോകുമ്പോൾ പിന്നെ പുറംലോകമായിട്ട് വലിയ ബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇത് ജോയ്. വർഷങ്ങളായി കൃഷി ചെയ്ത് ജീവിക്കുന്നു. മഴയത്തും വെയിലത്തും എല്ലാവരും അധ്വാനിക്കും. എന്നാൽ ചില തൊഴിൽ ചെയ്യുന്നവർക്ക് വെയിലും മഴയും ഏൽക്കേണ്ടി വരും. എന്നാൽ ഒരിക്കൽ പോലും അവർ ചെയ്യുന്ന തൊഴിലിനോട് മടുപ്പ് കാണിച്ചിട്ടുണ്ടാവില്ല. അവർ ആ തൊഴിൽ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാഴ്ചയിലേക്ക്. എൻ്റെ സ്ഥലം കലയപുരം, വള്ളക്കടവ്, പെരുങ്കുളം റൂട്ടിൽ. പേര് ജോയി. ഇത് വർഷങ്ങളായി ഞാൻ കൃഷി ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ കുറുക്കിയും വലിയ കൂടങ്ങളെ കൊടുത്ത് ഇത് താൽക്കാലികമായിട്ടൊരു കുറച്ച് ചീനി വിൽക്കാൻ വരുന്നു. 40 രൂപ മാർക്കറ്റിൽ ചില്ലറ വിൽക്കുമ്പം കൊടുക്കുന്നുണ്ട്. ഞാനിത് 30 രൂപയ്ക്ക് കൊടുക്കും. 1 കിലോ തൂക്കുമ്പോൾ 100 കൊടുക്കും. പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കയറി സാധാരണ കൃഷിക്ക് നാശനഷ്ടമൊക്കെ ഉണ്ട്. ഒക്കെ തിന്നുന്ന അപേക്ഷിച്ച് ഇതിപ്പം തൽക്കാലം പന്നിയില്ല. പന്നി നിന്നാൽ വലിയ നഷ്ടമാണ്. മഴക്കാലം ആയതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ഈ അളിഞ്ഞ മണ്ണിനകത്ത് കൃഷി ചെയ്താൽ ഒന്നും ഉണ്ടാകത്തില്ല. ചീനി ഒരു ദിവസം എനിക്ക് 200 കിലോ ചീനി വരെ വിറ്റ് പോകുന്നുണ്ട്. 30 രൂപ കൊടുത്താൽ എൻ്റെ സ്വന്തം സാധനമല്ലയോ. എനിക്കിപ്പം 10 രൂപ കുറച്ചാലും 18 രൂപയ്ക്ക് കൊടുക്കുന്ന ഇപ്പോൾ 20-30 രൂപയ്ക്ക് കൊടുത്തൂടെ. 18 രൂപ അവർ പറിക്കുമ്പോൾ നമുക്ക് തരും 1100 കിലോയ്ക്ക്. ഇതിപ്പം അതനുസരിച്ച് ഞാൻ ഒന്നിന് 100 കൊടുക്കും. 100-150 കാണും. 200 കാണും 1 കിലോ തൂക്കി കൊടുക്കുമ്പം. 1 കിലോ 2 കിലോ 5 കിലോ ഒക്കെ ഓരോരുത്തർ വാങ്ങിക്കും. അതനുസരിച്ചുള്ള രീതിയിൽ പോവും. അതേ ഉള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് എനിക്കിപ്പം 700 കൂടി ചീനയുടെ കച്ചവടമേ ഉള്ളൂ തൽക്കാലം. ഈ ചീനി കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞെങ്കിലേ അടുത്ത ചീനി ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് കൊടുക്കും. പിന്നെ ഒരു 200 രൂപ ചീനിയുടെ കിടപ്പുണ്ട്. ബാക്കിയുള്ളത് വിറ്റു. ചീനി വൃത്തിയായിട്ട് വേവുന്നതാണ്. അല്ല ആർക്കും കൊണ്ടുപോയി വേവിച്ച പഠിക്കാൻ കൊള്ളാവുന്ന കേടുമൊന്നുമല്ല. ഒരു ദിവസം 250 കിലോ 200 കിലോ ഒക്കെ തീരും. 100 രൂപയുടെ ചീനിയാണ് ഈ തൂക്കി വച്ചിരിക്കുന്നത്. 4 കിലോ ഉണ്ട്. 3 കിലോ 400 ഗ്രാം കൊടുത്താൽ മതി. ഇപ്പം അതിന് 600 ഗ്രാം അധികം ഉണ്ട്. 600-700 ഗ്രാം ഇതിൽ അധികം വരും. ഇങ്ങനെ ഞാൻ ഇവിടെ ചീനി കൊടുക്കുന്നത് എല്ലാവർക്കും, ഒരാളെന്നല്ല എല്ലാവർക്കും. ഇഞ്ചക്കാട് വരെ പോയാണ്. ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം ഇഞ്ചക്കാട് പോയപ്പോൾ ഈ ചീനി ഇങ്ങനെ വിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ വന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ കൊതി വരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ 3000 മൂട് ചീനി ഇട്ടിട്ട് ഒറ്റ മൂട് ചീനി എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം ഇപ്പം ഞാൻ കാശ് കൊടുത്ത് ചീനി മേടിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പട്ടാഴിലാണ് എൻ്റെ വീട്. ഞാൻ 3000 മൂടും ചീനി കഴിഞ്ഞ അതിൻ്റെ അങ്ങേ വർഷം 5000 മൂട് കൊടുത്തായിരുന്നു. ഇപ്പം എനിക്ക് നഷ്ടത്തിലാണ് വന്നത്. നവകേരള യാത്രയ്ക്ക് പത്തനാപുരത്ത് വെച്ച് ഞാൻ അപേക്ഷ കൊടുത്തായിരുന്നു. അന്നേരം ഇതുവരെ ആരും അന്വേഷിക്കാനൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ആദ്യം എനിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു, ഫോറസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റുകാർ ഏറ്റെടുത്തെന്ന് പറഞ്ഞ് മൊബൈലിൽ മെസ്സേജ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും വന്നില്ല. പിന്നെ അക്കരെ പഞ്ചായത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അപേക്ഷ കൊടുത്തത് എവിടെയാണെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തത് പട്ടാഴി പഞ്ചായത്തിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അവിടോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞു. പിന്നെ ആരുടെ പഞ്ചായത്തിൽ നിന്ന് ആരും വിളിക്കുകയോ പഞ്ചായത്ത് തിരക്കുകയോ ചെയ്തിട്ടില്ല. ഇനി കൃഷി ചെയ്യുമ്പോൾ പന്നി കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അപേക്ഷ അവിടെ കൊടുത്തത്. അന്നേരം അതിൻ്റെ ഇനിയിപ്പോൾ ഞാൻ ഒരു 2.5 ഏക്കർ കിളച്ചിട്ടേക്കുവാണ്. എനിക്ക് ചീനി നടണമെന്ന് ആഗ്രഹമുണ്ട്.